വടകരയിലെ ടീച്ചേഴ്സ് അക്കാദമിയുടെ ഭാരവാഹികളെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ടീച്ചേഴ്സ് അക്കാദമിയിലെ സ്റ്റുഡൻസ്, ഒരുപാട് സന്തോഷം ഇന്ന് ഇങ്ങനെ ഒരു വേദി ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ. തീർച്ചയായും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അല്ലേ, 6 മാസങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അന്ന് ഉദ്ഘാടനത്തിന് എത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. തുടർന്ന് അതിൻ്റെ കംപ്ലീഷൻ, അത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വിതരണത്തിൻ്റെ സമയത്തും എത്തുക എന്നുള്ളതും ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പം ഇന്ന് വേറെ കുറച്ച് പ്രോഗ്രാംസും ഡോക്ടേഴ്സ് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് പറഞ്ഞു മാഡം തന്നെ വരണം എന്ന് എന്നോട് പറഞ്ഞു. കാരണം അന്ന് നമ്മൾ തുടങ്ങിയ കോഴ്സ്, അപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാനതൊന്ന് പോസ്റ്റ്പോൺ ചെയ്തു. കാരണം അന്ന് നമ്മൾ തുടങ്ങി വെച്ച ആ ഒരു സംരംഭം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ആ കോഴ്സ് നമ്മൾ ഇന്ന് പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ അതെനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം അത് സ്വായത്തമാക്കി മിടുക്കികളായി ഇപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യുകയാണ്. വടകരയിലെ ഒരു ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണ്. അപ്പം മിടുക്കികളായ സ്റ്റുഡൻസിന് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഈ കോഴ്സുമായിട്ട് മുന്നോട്ട് വന്ന ടീച്ചേഴ്സ് അക്കാദമി, അതിൻ്റെ ഭാരവാഹികളും അഭിനന്ദനം അർഹിക്കുന്നു. അപ്പം ഇക്കാലത്ത് നമുക്ക് സ്ത്രീകളുടെ പിന്നെ എന്താ പറയുക, നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, നമുക്ക് പിന്നെ സ്വന്തമായിട്ട് ഒരു ജോലി ചെയ്യാനും സ്വന്തമായിട്ട് ഏർണിങ് ചെയ്യാനും പറ്റുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ പറയുക ഉത്തരം നൽകുന്ന ഒന്നായിരിക്കും നമ്മുടെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നമ്മുടെ തന്നെയായിട്ടുള്ള ആവശ്യങ്ങൾക്കും ഇതൊക്കെ നമുക്ക് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ അതിലേക്ക് മുന്നോട്ടേക്ക് വന്നു. ഈ കോഴ്സ് പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നു. അവരെല്ലാവരും അത് പൂർത്തീകരിച്ചു എന്നൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. അതിൻ്റെ കൂടെ തന്നെ സമയം എത്ര പെട്ടെന്നാണ് മുന്നിലേക്ക് പോകുന്നത് അല്ലേ. നമ്മൾ ജോയിൻ ചെയ്തു, അന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു അല്ലേ. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഒരുപാട് നമ്മളിങ്ങനെ സംസാരിക്കും, ഒരു ഇൻട്രാക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഇൻട്രാക്റ്റീവ് സെഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ സമയം എത്രയോ പെട്ടെന്ന് ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ഈ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകൾക്കൊക്കെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ നമുക്ക് കുറേയേറെ സഹായിക്കും ഇതിനൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ, അപ്പോൾ എഡ്യൂക്കേഷൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ജോലി നേടണം. ജോലി നേടി ഒരു സാമ്പത്തിക ഭദ്രത നമ്മൾ ഉറപ്പുവരുത്തുക. അപ്പോൾ അത് ഓരോ വീടുകളിൽ അങ്ങനെയാകുമ്പോൾ നമ്മൾ ആർക്കും ഭാരമാവില്ല. അപ്പം എന്ത് പറ്റും, നമുക്ക് നമ്മുടേതായ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടി പറ്റും. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം മാറി. മുന്നേ ആണെങ്കിൽ പുരുഷന്മാർ മാത്രം അധ്വാനിക്കുകയും അല്ലെങ്കിൽ സ്ത്രീകൾ വീടുകളിൽ നിന്നും മാത്രം ഉണ്ടായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നും സ്ത്രീകളാണല്ലേ അധികവും പോകുന്നത്. ലേഡീസാണ് വർക്കിന്. ചിലപ്പോൾ വീട്ടിൽ കൂടുതലായിട്ടും ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ്, സാമ്പത്തിക സഹായമൊക്കെ ഉണ്ടാകുന്നത് പിന്നെ ലേഡീസിനായിരിക്കും. ഇപ്പം അങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ലേഡീസ് ജെൻസ് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. നമുക്ക് പിന്നെ എല്ലാത്തിലും മുൻഗണനയും പരിഗണനയും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കോഴ്സുകളൊക്കെ ആയി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വന്ന് ചേരുവാനും അതൊക്കെ സ്വായത്തമാക്കുവാനും, ആ സ്വായത്തമാക്കിയാൽ മാത്രം പോരാ, നമ്മളിതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മൾ കല്യാണം കഴിഞ്ഞാലും ഫാമിലി ആയാലും പോലും നമ്മൾ പഠിച്ചിരിക്കുന്ന ഇത് നമ്മൾ അവിടെ വെച്ച് കൂട്ടാൻ വേണ്ടി പാടില്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോവുക, ജോലി നേടുക, വർക്ക് ചെയ്യുക. അപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നല്ല കോഴ്സാണ്. ഇപ്പം പ്രത്യേകിച്ചിട്ടും ഒരുപാട് സ്കോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ മാത്രമല്ല പുറത്തൊക്കെ വർക്ക് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ തേടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതൊരു ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അതോടൊപ്പം തന്നെ വേറെയും കോഴ്സുകളുണ്ട്. മോണ്ടിസോറി TTC ഉണ്ട്, പ്രൈമറി TTC ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകൾ ഇനിയും ഇവിടെ ആരംഭിക്കട്ടെ. നിങ്ങളെല്ലാവരും മുന്നോട്ടേക്ക് വരണം. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ മുന്നോട്ടേക്ക് വരുമ്പോൾ നമ്മളെ കണ്ടിട്ടും കുറേ പേരുണ്ടാവും അല്ലേ. നമ്മളെ നാട്ടിൽ നിന്ന് ഒരുപാട് പേരുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ചോദിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു, നമ്മളെ വീട്ടിൽ അല്ലേ കുട്ടികളുള്ളവർ പോലും വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും അവർ സ്റ്റോപ്പ് ചെയ്യാണ്ട് ആ കോഴ്സിന് വന്നു. അതിന് വലിയ കാര്യമാണ്. അതവിടെ മുടക്കിയില്ല. നിങ്ങളൊക്കെ അത് കണ്ടിന്യൂറ്റി ചെയ്ത് 6 മാസം അത് പൂർത്തീകരിച്ച് ഇപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇപ്പോൾ എൻ്റെ തിരക്ക് അല്ലെങ്കിൽ ഇത് ഞാൻ തീർച്ചയായിട്ടും അത് മാറ്റി വെച്ച് ഈ ഇനോഗ്രേഷൻ ഇവിടെ എത്തി കുട്ടികൾക്കൊക്കെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാന്നുള്ളത് എനിക്കും കിട്ടുന്ന ഒരു വലിയൊരു സന്തോഷമാണ്. അല്ലാതെ നിങ്ങളത് മറ്റുള്ളവർക്കൊരു മാതൃകയും കൂടിയാണ്. ഇപ്പോൾ നമ്മളെ കണ്ടിട്ടും നമ്മളെ നാട്ടിൽ നിന്നും നമ്മളെ വീട്ടിൽ നിന്നൊക്കെ പിന്നിൽ ഒരേ ആൾക്കാരുണ്ടാവും. അവരെല്ലാവരും വരും, നമുക്ക് കണ്ടോ ഇങ്ങനെ ഒരാൾ വർക്ക് ചെയ്തു, ആളിപ്പോൾ ജോലി നേടി. അപ്പോൾ സ്വന്തമായിട്ട് നമുക്ക് നമ്മളേതായ രീതിയിലൊക്കെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ
എന്താ പറയുക, ഇന്ന് ചെറിയൊരു തിരക്കുള്ളത് കൊണ്ട് ഞാൻ ആ പ്രോഗ്രാം ഉച്ചയ്ക്ക് ശേഷം മാറ്റി കോഴിക്കോട് എത്തണം. അപ്പം അതുകൊണ്ട് ഞാൻ ദൈർഘിപ്പിക്കുന്നില്ല. അപ്പം എല്ലാവിധ അഭിനന്ദനങ്ങളും ഇവിടുത്തെ നമ്മുടെ ടീച്ചേഴ്സ് അക്കാദമിയുടെ ഭാരവാഹികൾക്കും നമ്മുടെ സ്റ്റുഡൻസിനും. ഇനി ഇത് കണ്ട് ഒരുപാട് പേര് മുന്നോട്ടേക്ക് വരട്ടെ. നമ്മൾ ഒരുപാട് പെൺകുട്ടികളെല്ലാം തന്നെ നല്ല എന്താ പറയുക കൂടുതലായിട്ട് വിദ്യാഭ്യാസം നേടി, കൂടുതലായിട്ട് അതുപോലെ തന്നെ നല്ല ജോലിയൊക്കെ ലഭിച്ച് നല്ല സാമ്പത്തിക ഭദ്രതയൊക്കെ ഉറപ്പുവരുത്തി നമ്മളിലുള്ള എന്താ പറയുക ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ കുറേയേറെ നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് പറയുന്നു. കാരണം ഒരു സ്ത്രീയുടെ വിദ്യാഭ്യാസം, സ്ത്രീയുടെ ജോലി എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, നമ്മുടെ ഏർണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു കുടുംബത്തെ ആശ്രയിക്കും. നമ്മളൊരു കുടുംബം, ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മളൊരു കുടുംബം, ആ ഒരു കുടുംബം തന്നെ ഒരു നാടിനെ പോലും റെപ്രസെന്റ് ചെയ്യും അല്ലേ, നമ്മളൊരു സമൂഹത്തിനെ പോലും നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഒരു സമൂഹത്തിന്റെ ഒരു സോഷ്യൽ മെന്റൽ അതുപോലെ തന്നെ സമൂഹ ചിന്താഗതിയെ പോലും നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ഇന്നിപ്പോ സ്ത്രീകൾ എല്ലാത്തിലും മുൻപന്തിയിലാണ്, എല്ലാ ഇതിലും മുന്നോട്ടേക്കുണ്ട്. അപ്പൊ നമ്മൾ പിന്നോട്ടേക്ക് ആവാനും പാടില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നമുക്ക് കാണാം. പിന്നെ നിങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞു, പക്ഷേ നിർഭാഗ്യവശാൽ അത് കാണാനുള്ള ഒരു ടൈം എനിക്കില്ല. പക്ഷെ നമുക്ക് മറ്റൊരു അവസരത്തിൽ പിന്നീട് എപ്പോഴെങ്കിലും വേറെ പ്രോഗ്രാംസോ കൾച്ചറൽ ഇവന്റ്സോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെയുള്ള മറ്റൊരു വേദിയിൽ കാണാം. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചിരിക്കുന്നു.